ദേ ഇപ്പോൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ മുതൽ ഉള്ള ഓട്ടമാണ് നമ്മുടെ കേരള കാസ്ട്രോ സഖാവ് VS അച്യുതാനന്ദന്റേത്. എവിടെയെങ്കിലും ഒന്ന് ഇരിപ്പുറപ്പിക്കാമെന്ന് വെച്ചാൽ അപ്പോൾ ഓടിക്കും. വീടും ഓഫീസും ഇങ്ങനെ മാറി മാറി കളിക്കുകയാണ് VS. ആദ്യം കന്റോൺമെന്റ് ഹൗസിൽ നിന്ന് ക്ലിഫ് ഹൗസിലേക്ക് മാറാമെന്ന മോഹം ഒരു അതിമോഹമായി മാറി. വീടും പറമ്പും അറ്റാച്ച് ചെയ്യാൻ തീരുമാനിച്ചു. അതെ, പടിയിറങ്ങിയ നീലകണ്ഠൻ ഒരേ മണ്ണിൽ അലിഞ്ഞു ചേരാനുള്ള മോഹം കൊണ്ട് ഈ മണ്ണിന് വേണ്ടി കൈനീട്ടി കിട്ടിയില്ല. സാരമില്ലടോ, വരട്ടെടോ. ദേഹമേ യാത്രയാകുന്നുള്ളൂ, ദേഹി എന്നിവിടെ ഉണ്ട്. മംഗലശ്ശേരി പേരിനു മുമ്പിൽ കൊമ്പന നെറ്റിപ്പട്ടം പോലെ നീ കൊണ്ടു നടന്ന നിന്റെ തറവാട്ട് പേര് ഇനി നിന്റെ കൂടെ ഇല്ല, അത് മാഞ്ഞുപോയി. ചേരാ, നിന്റെ ഭാഷയ്ക്ക് ഒരു ശുദ്ധി വന്നിരിക്കുന്നു. മംഗലശ്ശേരി എന്ന പേര് മാഞ്ഞുപോയി. നല്ല പ്രയോഗം. മായണം, മാഞ്ഞു പോണം. പേരും ആഭരണങ്ങളും അടയാള ചിഹ്നങ്ങളും മാഞ്ഞു പോകും. ഒരു രാജാവും ചെങ്കോലും കിരീടവുമായി പട്ടടയിൽ ഒടുങ്ങിയിട്ടില്ല. നേടിയതും വെട്ടിപ്പിടിച്ചതും ദാനം കിട്ടിയതും വീണു കിട്ടിയതും സ്വപ്നം കണ്ടതും കണ്ണിൽ കണ്ടതും എല്ലാത്തിന്റെയും കണക്ക് പുസ്തകവും പിന്നിൽ ഉപേക്ഷിച്ചാണ് പരിത്യാഗത്തിന്റെ യാത്ര. വാനപ്രസ്ഥം തുടങ്ങുക. തമ്പുരാമുക്കിലെ വാടക വീട്ടിലേക്ക് ഒരു ചെറിയ ഷിഫ്റ്റിംഗ്. അത്യാവശ്യം അസൗകര്യങ്ങളുമൊക്കെയായി അവിടെ അങ്ങ് കൂടാമെന്ന് കരുതിയപ്പോഴാണ് പാർട്ടി പിടിച്ച് ഭരണപരിഷ്കാര കമ്മീഷൻ ആക്കിയത്. ഓണവില്ലിൻ തമ്പുരുമീട്ടും വീടാണീ വീട്, എന്നുമെന്നും പൂക്കണി വിടരും വീടാണീ വീട്. കൂട്ടുകുടുംബത്തിൻ കൂട്ടാണെന്നും അതിരില്ലിവിടെ മതിലില്ലിവിടെ ഒന്നാണെല്ലാരും. തമ്പുരാമുക്കിലുള്ള വാടക വീടാണ് ഇത്. ഇവിടെയാണ് തുടർന്ന് ഞാൻ താമസിക്കുന്നതെന്നുള്ള കാര്യം നിങ്ങളെ എല്ലാവരെയും അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് ഓഫീസൊന്നും കിട്ടാതെ വന്നതോടെ MLA ഹോസ്റ്റൽ തന്നെ കാസ്ട്രോയുടെ കേന്ദ്രമായി. ഇവിടെ പ്രതിഷ്ഠിക്കൂ. ഇത് കടയാണോ? അല്ല, അമ്പല. ഞാനവിടുത്തെ പ്രതിഷ്ഠ വായിലാക്കുന്നില്ലപ്പൻ. പിന്നീട് തമ്പുരാമുക്കിൽ നിന്ന് കവടിയാർ കൊട്ടാരത്തിന് സമീപത്തിലേക്കായി മാറ്റും. അപ്പോഴും സ്വന്തമായി ഓഫീസ് കാസ്ട്രോയ്ക്ക് ഒരു സ്വപ്നമായിരുന്നു. ഒടുവിൽ MLA ഹോസ്റ്റലിൽ നിന്ന് IMGയിലേക്ക് കാസ്ട്രോയ്ക്ക് മാറ്റമായിരിക്കുന്നു. ഭരണസിരാ കേന്ദ്രത്തിന്റെ 7 അയൽവക്കത്ത് VSന് പ്രവേശനമില്ല. ആനമെലിഞ്ഞാലും തൊഴുത്തിൽ കെട്ടരുത്. ഇത് അന്തസ്സുള്ള ഇടപാടാണെന്ന് തോന്നണ്ട തമ്പുരാന്. എത്രയും വേഗം ഇവർ ഇവിടെ നിന്ന് ഇറങ്ങിത്തരിക എന്നല്ലാതെ മറ്റൊരു ഡയലോഗും ഇക്കാര്യത്തിൽ വേണ്ട. എന്റെ സ്വഭാവം ചില സമയം വളരെ ചീത്തയാണ്.
ഒഴിഞ്ഞു പോവാൻ ഒരു ഇടം വേണ്ടേ? അതില്ല. ഇതാണ് വീട്. എങ്ങനുണ്ട്? അയ്യേ, ഇത് റൂമാണോ? മനുഷ്യനെങ്ങനെ ഇതിനകത്ത് ഉറങ്ങും? അതുകൊണ്ടല്ലേ ഭാഷക്ക് വന്ന്. അവിടെ മുഴുവൻ ചെലന്തി വലയാണ്. അതെ. ലൈറ്റ് ഇല്ല, ഇല്ല. ഫാൻ ഇല്ല. ഓ ആ അവിടെ കൈതാൻ ഫാൻ. 300 രൂപ ശമ്പളക്കാരി എ സിയിലേ കിടന്ന് ഉറങ്ങും. ഇയാൾ ആരാ? ഹൈദരാബാദ് നൈസാമോ?